ലൈംഗികാധിക്ഷേപം നടത്തിയെന്ന ഹണി റോസിന്റെ പരാതിയിൽ ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഉടമ ബോബി ചെമ്മണ്ണൂരിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം. ഹണി റോസിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ ബന്ധപ്പെട്ട് എല്ലാ നിയമ നടപടികൾക്കും പിന്തുണ അറിയിച്ചു. പിന്നാലെയാണ് അറസ്റ്റ് നടന്നത്. നേരത്തെ പോലീസ് മേധാവിയുമായും ഹണി റോസ് ഫോണിൽ സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രിയുമായി സംസാരിക്കണമെന്ന് ഹണി റോസ് ആവശ്യം ഉന്നയിച്ചിരുന്നു. ഇതിനെ തുടർന്നാണ് ഹണി റോസുമായി മുഖ്യമന്ത്രി ഫോണിൽ സംസാരിച്ചത്. അതിവേഗം തന്നെ ഹണി റോസിന്റെ പരാതിയിൽ പരിഹാരം ഉണ്ടാവുകയും ചെയ്തു. താരസംഘടനയായ അമ്മയുടെ അടക്കം പിന്തുണ ഉറപ്പാക്കിയാണ് ഹണി റോസിന്റെ നിയമ നടപടികൾ. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടിയെ ആക്രമിച്ച കേസിൽ നടൻ ദിലീപിനെ അറസ്റ്റ് ചെയ്തത് സ്ത്രീ വിഷയങ്ങളിൽ സർക്കാർ നൽകുന്ന പരിഗണനയ്ക്ക് തെളിവായി വിലയിരുത്തപ്പെടുന്നു. ഇതിനുശേഷം രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്തെ വമ്പൻ കസ്റ്റഡിയാണ് ബോബി ചെമ്മണ്ണൂരിൻ്റേത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനിർണായക നീക്കമാണ് പിണറായി നടത്തുന്നത്. പണം ഞങ്ങൾ തരും. കേരളത്തിലെ അതിസമ്പന്നനായ ബിസിനസ്സുകാരനാണ് ബോബി ചെമ്മണ്ണൂർ. ടൂറിസം രംഗത്ത് ഇടത് സർക്കാരിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വ്യക്തി. എന്നാൽ ഹണി റോസിന്റെ പരാതിയിൽ അതൊന്നും സർക്കാർ മുഖവിലക്കെടുത്തില്ല. കൃത്യമായ നടപടികൾ എടുത്തുവെന്നതാണ് വസ്തുത. വയനാട് മേപ്പടിക്കടുത്തുള്ള 1000 കണ്ടി എന്ന സ്ഥലത്തെ 1000 ഏക്കർ എസ്റ്റേറ്റിൽ നിന്നാണ് നാടകീയമായി ബോച്ചയെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഹണി റോസിന്റെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തുമെന്നും പിന്നീട് ബോബി ചെമ്മണ്ണൂരിനെ ചോദ്യം ചെയ്യും എന്നുമായിരുന്നു സൂചനകൾ. എന്നാൽ ഈ കേസിൽ ഇളവുകളൊന്നും നൽകേണ്ടതില്ല എന്ന തീരുമാനം പോലീസ് സ്വീകരിച്ചു. കാരണം ഹണി റോസ് ആദ്യം നൽകിയ പരാതി സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ അസഭ്യ പ്രയോഗങ്ങളും അപകീർത്തി പരാമർശങ്ങളും നടത്തിയവർക്കെതിരെ ആയിരുന്നു. ഇതിൽ ഉടൻ തന്നെ 30 പേർക്കെതിരെ കേസെടുക്കുകയും കുമ്പളം സ്വദേശി ഷാജിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇത്തരത്തിൽ കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഇതിനേക്കാൾ ഗൗരവമായ പരാതിയാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് നൽകിയിരിക്കുന്നത് എന്നതിനാൽ നടപടി സ്വീകരിക്കാൻ പോലീസിന് മേലും സമ്മർദ്ദമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയും പച്ചക്കൊടി ചെയ്തതോടെ കാര്യങ്ങൾ എല്ലാം അതിവേഗത്തിലായി. മുഖ്യമന്ത്രിയോട് തനിക്കുണ്ടായ അപമാനവും മാനസികവും വിഷമവും ഹണി റോസ് കൃത്യമായി തന്നെ അറിയിക്കുകയും ചെയ്തു. പോലീസ് മേധാവിക്കും നടിയുടെ വികാരം പിടികിട്ടി. ഇതോടെയാണ് അതിവേഗ നടപടികൾക്ക് കൊച്ചി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയ്ക്ക് നിർദ്ദേശം പോയത്. അതീവ രഹസ്യമായി കരുക്കൾ നീക്കാനും ശ്രമിച്ചു. പോലീസിലെ ബോച്ചെ ഫാൻസുകാർ ആരും ഒന്നും അറിയാതിരിക്കാനായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ നീക്കമൊന്നും കോടീശ്വരനായ സ്വർണ്ണക്കട മുതലാളി അറിഞ്ഞില്ല. അങ്ങനെ ഹണി റോസിന്റെ പരാതിയിൽ എല്ലാ ഗൗരവത്തോടെയും പോലീസ് ഇടപെട്ടുവെന്നതാണ് വസ്തുത. വയനാട്ടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. നടി പരാതി നൽകിയതോടെ ബോബി ചെമ്മണ്ണൂരിന്റെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഒളിവിൽ പോകാനും മുൻകൂർ ജാമ്യം നേടാനും ഒരുങ്ങുന്നു എന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. വയനാട്ടിലെ റിസോർട്ടിലേക്ക് മാറിയെന്ന വ്യക്തമായ വിവരം ലഭിച്ചതോടെ കൊച്ചി പോലീസ് വയനാട് പോലീസിനെ ഇക്കാര്യം അറിയിച്ചു. കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘം എത്തിയാണ് ബോബിയെ കസ്റ്റഡിയിലെടുത്തത്. എറണാകുളം സെൻട്രൽ ACP ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് നടിയുടെ പരാതി അന്വേഷിക്കുന്നത്. സ്ത്രീത്വത്തെ അപമാനിക്കും വിധം സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റും അധിക്ഷേപിച്ചെന്ന് ആരോപിച്ചാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് പരാതി നൽകിയത്. പരാതി നൽകിയ കാര്യം ഹണി റോസ് തന്നെയാണ് ഫേസ്ബുക്കിലൂടെ അറിയിച്ചതും. എന്നാൽ ദ്വയാർത്ഥ പ്രയോഗമോ ദുരുദ്ദേശ്യപരമായ സംസാരമോ ഉണ്ടായിട്ടില്ലെന്നും സാമൂഹ്യ മാധ്യമങ്ങൾ വളച്ചൊടിച്ചതാണെന്നുമാണ് തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ തനിക്കെതിരെ ലൈംഗികാധിക്ഷേപങ്ങൾ നടത്തിയവർക്കെതിരെ ഹണി റോസ് പരാതി നൽകിയിരുന്നു. ഇന്നലെ പരാതി നൽകിയ വിവരം ഹണി റോസ് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലൂടെ അറിയിച്ചത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.